ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി നമ്മൾ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്താട്ടെ. ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കലും കൂടെ നമുക്ക് ദൈവത്തിന് മഹത്വം പറയാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. മതി. ഇന്ന് പലക്കാലം പരിശുദ്ധമായി നമ്മൾ സംസാരിക്കുവാനായിട്ട് വളരെ പ്രതീക്ഷയോടെ ദിവസമായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെ ശിംശോനുമായിട്ടുള്ള ബന്ധത്തിൽ സംസാരിച്ച് വരികയായിരുന്നു. എന്നാൽ ഞാൻ വരും ദിവസങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ദൈവം എന്നോട് സംസാരിച്ച ഒരു പ്രത്യേക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, പരിശുദ്ധർമാവ് നൽകിയ ഒരു ആത്മീയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഇന്നത്തെ മെസ്സേജിൻ്റെ ഹെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവിക സന്ദർശനത്തിൻ്റെ ത്രിതല മണ്ഡലങ്ങൾ, 3 മണ്ഡലങ്ങൾ. ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ 3 വ്യത്യസ്ത അനുഭവങ്ങൾ. അതാണ് ഇന്നത്തെ മെസ്സേജിൻ്റെ ഹെഡിങ്. വളരെ പെട്ടെന്ന് പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായി. കൽദയ പട്ടണമായി ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും ദൈവത്തിൻ്റെ സന്ദർശനം കൊണ്ടാണ് ദൈവം നടത്തിയത്. ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചു. ബൈബിളിൽ പറയുന്നു, തേജോമയനായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. നമ്മുടെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നവനാണ്. കണ്ണുണ്ടെങ്കിൽ കാണാത്ത, ചെവിയുണ്ടെങ്കിൽ കേൾക്കാത്ത, മൂക്കുണ്ടെങ്കിൽ മണക്കാത്ത, ആമേൻ അനങ്ങാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യരുണ്ടാക്കിയ കൈവേലകളല്ല ദൈവം. നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവം സർവവല്ലഭനാണ്. നമ്മുടെ ദൈവം പരാശക്തിയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞു മഹത്വപ്പെടുത്തുന്നത്. വെറുതെ ഒരു ദൈവങ്ങളുടെ കൂട്ടത്തിൽ ദൈവമല്ല. കാപ്പിക്കടയിൽ ചെല്ലുമ്പോഴും ഹോട്ടലിൽ ചെല്ലുമ്പോഴൊക്കെ ഇവിടെ 3-4 ദൈവങ്ങളുടെ ആമേൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പല ദൈവങ്ങളുടെ പേര്. എല്ലാ ജാതിക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് പല ദൈവങ്ങൾ. ആ കൂട്ടത്തിൽ യേശുവിൻ്റെ പടമുണ്ട്. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആ ദൈവങ്ങളുമായിട്ട് നമ്മുടെ ദൈവത്തെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം പരാശക്തിയായ ദൈവമാണ്. അബ്രഹാമിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം അവനെ ഓരോ സ്ഥലവും വിളിച്ചിറക്കി. ഒത്തിരി ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ച ആളാണ് അബ്രഹാം ആണ്. എന്നാൽ ഇവിടെ വായിച്ച വേദഭാഗത്തിൽ അബ്രഹാമിൻ്റെ 100ഓളം വയസ്സോളം അടുക്കുമ്പോൾ അവൻ മമ്മയുടെ തോപ്പിൽ ജെനസിസ് ചാപ്റ്റർ 18 എൻ്റെ 1 തൊട്ടാണ് വായിച്ചത്. കൂടാഭാഗത്ത് ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവൻ്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം വരുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ അവൻ്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വന്നു. നേരത്തെ ദൈവം ശബ്ദമായി സംസാരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പം ദൈവമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് പകൽ ഈ സ്പെഷ്യൽ സഭായോഗത്തിൽ നിങ്ങളോട് പറയാൻ ദൈവം ഏൽപ്പിച്ച 1-ാമത്തെ ദൂത്, നിങ്ങളുടെ വീട്ടിൽ ശബ്ദമായിട്ടല്ല, ആമേൻ ഒരു രൂപമായിട്ടല്ല, ദൈവമായിട്ട് ഇറങ്ങി വരും. പഴയ നിയമത്തിലെ ഭക്തനായ അബ്രഹാമിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങിയെങ്കിൽ പുതിയ നിയമഭക്തനായ നിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങും. പലർക്കും വിശ്വാസം വന്നിട്ടില്ല. ഞാൻ പറയുന്നത്, ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ നീ പേടിക്കണ്ട. ദൈവം ഇറങ്ങി വന്നാൽ നീ ഭാരപ്പെടണ്ട.
ബൈബിൾ പറയും ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും, അവനെ പകയ്ക്കുന്ന മുമ്പിൽ നിന്ന് ഓടിപ്പോകും. അടുത്ത വാക്യം, പുക പതറിക്കുന്ന പോലെ നീ അവരെ പതറിക്കും, തീങ്കൽ മെഴുകുരുകുന്ന പോലെ അവർ ഉരുകിപ്പോയും. ഒന്നാമത്തെ ദൂതൻ, നീ പേടിക്കുന്ന ഭയപ്പെടുന്ന ശത്രു ദൈവം ഇറങ്ങുമ്പോൾ ഉരുകിപ്പോകും, പതറിപ്പോകും, എവിടെ പോയെന്നറിയത്തില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഇവിടെ ആരും കാഴ്ചക്കാരായിട്ടിരിക്കല്ലേ. ബൈബിളിൽ പറയുന്നത് അവർ ഒരു വഴിയായി വരും, 7 വഴിയായിട്ട് പോകും. ഇംഗ്ലാവ് വിളിച്ചോണ്ട് നേരെ വരും, പക്ഷെ തിരിഞ്ഞോടുമ്പോൾ 7 വഴിയായിട്ടാ. ഇന്ന് പകൽ നിന്നെ തകർക്കാൻ, കുടുംബത്തെ തകർക്കാൻ, നന്മകളെ ഇല്ലാതാക്കാൻ ഏതു വിധേനയും കൂട്ടമായി വരുന്ന ചില ശത്രുക്കളെ ഇന്നത്തെ ആരാധനയിൽ നീ പോലും അറിയാതെ 7 വഴിയായി ചിതറിക്കാൻ കഴിയും ദൈവം. സ്തോത്രം, 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 സ്തോത്രം. ഏഴ് വഴിയായി ചിതറിക്കുന്ന ദൈവം. ദൈവത്തിന്റെ പ്രത്യേകത അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ളതാണ്. ആ ദൈവം ഇപ്പോൾ അബ്രഹാമിന്റെ കൂടാരത്തിൽ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. 3 പുരുഷന്മാർ വന്നു. വേദശാസ്ത്രാഭിപ്രായം 1 യഹോവയായ ദൈവവും മറ്റ് 2 ദൂതന്മാരുമാണെന്നാണ് വേദശാസ്ത്രിയുടെ അഭിപ്രായം. അവർ വീട്ടിലേക്ക് വന്നപ്പോൾ അബ്രഹാം ചെയ്ത ആദിത്യ മര്യാദയുടെ 4 ഘട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് വിശദീകരിക്കാൻ സമയം. 1, അവൻ ഓടിച്ച് നിലം വരെ കുനിഞ്ഞവരെ സ്വീകരിച്ചു. വീട്ടിൽ വരുന്ന ഗസ്റ്റ് ദൈവവും ദൂതന്മാരുമാണെന്ന് അവന് മനസ്സിലായി. നിനക്ക് ചിലത് മനസ്സിലാകാതിരിക്കുക, പൊട്ടം കളിച്ചിരിക്കുക. അല്ല കുഞ്ഞെ, നീ പൊട്ടം കളിക്കണ്ട, വന്നത് ദൈവം തന്നെയാണ്. വന്ന ദൈവത്തിൻ്റെ സന്ദർശനമാണെന്ന് നീ ഇത് പറക്കാലം ആത്മാവിൽ തിരിച്ചറിയണം. ദൈവം തന്നെയാണ് വന്നത്. വന്നെന്നറിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞവരെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. നമ്മുടെ വീട്ടിൽ അതിഥി വരുമ്പോൾ നമ്മളവരെ ഏറ്റവും മാന്യമായി സ്വീകരിക്കാൻ പഠിക്കണം. അതിഥികൾ വന്നിരുന്നിട്ട് ടെലിഫോൺ ചെയ്തിട്ട് വരുന്നെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് അരമണിക്ക് കഴിയുമ്പോഴല്ല നീ ഉടുത്തൊരുങ്ങി ചെല്ലേണ്ടത്. അവർ വരുന്നതിന് മുമ്പ് നീ കാത്തിരി. അതാ ആദിത്യ മര്യാദ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യയോടെ അവരെ സ്വീകരിക്കണം. ആദിത്യ മര്യാദയുടെ ബാലപാഠങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ട്. ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ്, റെസ്പെക്റ്റ് ചെയ്യുകയാണ്. ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് ബഹുമാനിക്കുകയാണ്. വന്ന് പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, അമ്മ പോയാൽ പോയി എന്നുള്ളതല്ല നിൻ്റെ അനുഭവം. ദൈവത്തിന് ബഹുമാനം കൊടുക്കണം. അങ്ങോട്ട് ബഹുമാനം കൊടുക്കാതെ ഇങ്ങോട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. റെസ്പെക്റ്റ്, ഇംഗ്ലീഷിൽ ചൊല്ലല്ലോ, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ ഇങ്ങോട്ട് കൊടുത്തുള്ളൂ. ചില ആളുകൾ ആരെ പറ്റി പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. എല്ലാവരും അവരെ പറ്റി പ്രാർത്ഥനയ്ക്ക് വരണം. അവർക്ക് അസുഖം ഉണ്ടായാൽ, ആർക്കെങ്കിലും അസുഖം ഉണ്ടായാൽ ആരെ ടെലിഫോൺ വിളിക്കുകയോ അവരെ വീട്ടിൽ പോയി എത്തില്ല. പക്ഷെ അവർക്ക് അസുഖം ഉണ്ടായാൽ എല്ലാവരും വിളിക്കണം, നിർബന്ധമാണ്. അങ്ങോട്ടില്ല. പഴമക്കാർ പറയും, ഒരു പാലമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വൺ വേ ട്രാഫിക് അല്ല ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മളെ ബഹുമാനിക്കാൻ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാൻ നീ പഠിക്കണം. നൂലെ കെട്ടി ഇറക്കുമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യത്തുള്ളൂ. ആരായാലും, പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വെളുത്തവനായാലും കറുത്തവനായാലും, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യത്തുള്ളൂ. അബ്രഹാം ചെയ്ത 4 കാര്യങ്ങൾ. 1, ഓടിച്ച് നിലം വരെ കുനിഞ്ഞവരെ സ്വീകരിച്ചു. 2, വൃക്ഷത്തിന്റെ കീഴിൽ ശുശ്രൂഷിച്ച് നിന്നു. അവരെ ശുശ്രൂഷിച്ച് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ശുശ്രൂഷ നിൽക്കുകയാണ്. 3, അവർക്ക് അപ്പം ഉണ്ടാക്കി നൽകുകയും ശുശ്രൂഷ നിൽക്കുകയും ചെയ്തെന്ന. അവരെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി. ഇത്രയും നേരം അമ്മേനെ കാളക്കൊട്ടയെ അറുത്ത് ഇറച്ചി പാകപ്പെടുത്തി അപ്പം ഉണ്ടാക്കി എത്ര സമയമെടുത്തു? അത്രയും സമയം അബ്രഹാമിൻ്റെ ആഹാരത്തിന് വേണ്ടി ദൈവം ദൂതന്മാരെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർത്തോ, നീ കൊടുക്കാൻ തയ്യാറായാൽ അവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എത്ര നേരം വെയിറ്റ് ചെയ്തായാലെങ്കിലും ആണെങ്കിലും ദൈവം അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പം ഉണ്ടാക്കി ശുശ്രൂഷിക്കുന്ന 4ാമത്തെ കാര്യം,
അവന് യാത്ര അയക്കാൻ പോയി. ഈ 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഏത് ഗസ്റ്റ് വന്നാലും നമ്മൾ ചെയ്യാൻ തയ്യാറായിക്കോണം. വരുന്നവരെ സ്വീകരിക്കുക, അവരെ മാന്യമായിട്ട് സ്വീകരിക്കുക, അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ടി കൊടുത്ത് ശുശ്രൂഷിച്ച് നിൽക്കുക, അവരെ യാത്ര അയക്കുക. ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് അബ്രഹാം ചെയ്തു. അത് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും അത് വേണ്ടതാണ്. ചില വീട്ടിൽ ഗസ്റ്റ് വന്നാൽ വർത്തമാനം പറയാൻ അപ്പനേ ഉള്ളൂ, പിള്ളേർ അമ്മാമ്മ അവിടെ ഒന്നും ഇല്ല. മോനെവിടെ മോൻ മേളത്തെ നിലയില്ല, മോളെവിടെ താഴത്തെ നിലയില്ല, അമ്മാമ്മയുടെ അടുക്കളയില്ല. ഗസ്റ്റ് വായും പിടിച്ച് നോക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്നതിന് മാന്യത. നിന്റെ മോളെ ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ആരുമായിക്കോട്ടെ. പക്ഷേ വീട്ടിൽ വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളാണ്, അവരെ ബഹുമാനിക്കേണ്ട പോലെ നമ്മൾ ബഹുമാനിക്കണം. പല വീട്ടിലും ചെന്നാലും സംസാരിക്കാനും എടുക്കാനും ആളുകളില്ല. പ്രായമുള്ളവരെ മാത്രമാണ് ശരിയായ നിലയിൽ ആളുകൾ കാണുന്നുള്ളൂ, ബാക്കിയുള്ള ആരെയും കാണുന്നില്ല. അതൊരു ശരിയായ രീതിയിൽപ്പെട്ട കാര്യമല്ല. ബഹുമാനിക്കുമ്പോൾ ദൈവം ചെയ്യേണ്ട പോലെ ദൈവം ചെയ്യും. കൈവരിച്ചിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സന്ദർശനത്തിൻ്റെ ആദ്യത്തിൽ ദൈവം ചെയ്ത കാര്യമുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവമൊരു കാര്യം ഓർത്തോണം. ദൈവം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല വന്നത്, ദൈവത്തിൻ്റെ ദൂത സഞ്ചയം അവിടെ മുഴുവൻ പാളയമടിച്ചു. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അബ്രഹാമിൻ്റെ കൂടാരവും പരിസരവും ദൂതന്മാരെ കൊണ്ട് നിറഞ്ഞു. അരാം രാജാവ് പിടിക്കാൻ വന്നപ്പോൾ എലിശായുടെ മലയുടെ ചുറ്റും അവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അഗ്നിമയമായ രഥങ്ങളെ കൊണ്ടും കുതിരകളെ കൊണ്ടും നിറഞ്ഞു. ദൈവം ഇറങ്ങിയപ്പോൾ ദൂതന്മാരുടെ സഞ്ചയം. നമ്മുടെ പ്രധാനമന്ത്രി ധ്യാനത്തിന് പോയപ്പോൾ 4000 പോലീസുകാരെയാണ് വിന്യസിച്ചത്. കടലിലും കരയിലും കേവലം ഒരു മനുഷ്യൻ പോകുമ്പോൾ അത്രയും സന്നാഹങ്ങളുണ്ടെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവം എഴുന്നള്ളുമ്പോൾ ഒറ്റയ്ക്കല്ല, ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ആരാധ്യ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ദൈവം ഇറങ്ങിയെങ്കിൽ ദൂതന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ദൈവം ദൂതന്മാരുടെ സാന്നിധ്യം അകത്തെ കണ്ണുകൊണ്ട് കാണുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൈയടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, ഈ ദൂതന്മാരെ കാണാൻ എവരെ കണ്ണൊന്ന് തുറക്കണം. അവരെ പുറത്തേക്കാണ് തുറന്നിട്ടുണ്ട്, അകത്തേക്കാണ് തുറന്നിട്ടില്ല. പക്ഷെ അത് പ്രവാചകൻ കാണുന്നുണ്ട്. ഇന്ന് പലക്കാലത്തെ ആരാധന നിനക്ക് നിന്റെ തലമുറയ്ക്കും അത് ഏത് രാജ്യത്താണെങ്കിലും ദൂതന്മാരുടെ സംരക്ഷണം ആത്മാവിൽ കാണുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവ സന്ദർശനം ഇറങ്ങി വരുമ്പോൾ ദൂതന്മാരൊക്കെ അവിടെ മുഴുവൻ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറായി. അവിടെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. അതിൻ്റെ നടുവിൽ അബ്രഹാമും കുടുംബവും ആയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ആരാധന നിന്റെ വീടിന് ചുറ്റും, ശരീരത്തിന് ചുറ്റും, തലമുറയ്ക്ക് ചുറ്റും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ബ്ലാക്ക് കാറ്റ്സ് അല്ല, പട്ടാളക്കാരുടെ സാന്നിധ്യമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എത്ര വലിയ പട്ടാളക്കാർ കാവൽ നിന്നാലും അതിൻ്റെ ഇടയ്ക്കൂടെ വെടിയുണ്ട വായിക്കാൻ മനുഷ്യന് കഴിയും. ദൈവത്തിന് സംരക്ഷണം വന്നാൽ ഒരു ഈച്ച പോലും നിന്നെ തൊടത്തില്ല, ഒരു കൊതുക് പോലും നിന്നെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന് സംരക്ഷണം എനിക്ക് നിനക്കും ദൈവം തന്നിട്ടുണ്ട്. വെറുതെ തമാശായിട്ട് കൈയടിക്കല്ലേ, വെറുതെ തമാശായിട്ട് വന്ന് ഉറങ്ങിയാച്ച സഭായോഗത്തിന് പോകല്ലേ. നീ ആരാണെന്ന് ഓർത്തോണം, നിന്റെ കൃപ എന്താണെന്ന് ഓർത്തോണം, നീ ആരുടെ പൈതലാണെന്ന് ഓർത്തോണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതല്, നീ പോലും ചിന്തിക്കാത്ത ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ സന്ദർശനത്തിൽ അബ്രഹാമിൽ ലഭിച്ചതായ നന്മ എന്താണെന്നറിയാമോ? മുടങ്ങിക്കിടന്ന നന്മ. വായിക്കാൻ സമയമില്ല. മുടങ്ങിക്കിടന്ന നന്മ ദൈവം കൊടുത്തു. 75-ാമത്തെ വയസ്സ് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വാഗ്ദത്ത സന്തതിയെ ഇസഹാക്കിനെ തരാം. 25 വർഷമായിട്ടും കിട്ടാതിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബ്ലോക്കായ നന്മകൾ, മറന്നുപോയ വാഗ്ദത്തങ്ങൾ മടക്കിത്തരാൻ ദൈവം വന്നിട്ടുണ്ട്.
ഒന്നാമത്തെ സന്ദർശനത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ബ്ലോക്കായി പോയ നന്മകൾ ഇന്നലെ രാത്രി അനീഷ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഓടാമ്പലിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം അഴിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ മേൻ ഓടാമ്പലിട്ട് പൂട്ടിയ ചില നന്മകൾ നാടൻ ഭാഷ പറഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കണം. എൻ്റെ ഭാഷ പറഞ്ഞ കടുങ്കെട്ട് വീണ വിഷയങ്ങൾ ഒത്തിരി ഉപവസിച്ചിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ പോയ നന്മകൾ ഇന്നുപോലെ എൻ്റെ കെട്ട് പൊട്ടുക, ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളത് അറിയുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ആത്മാവിൽ അറിയാം. ദൈവത്തിന് സ്തോത്രം. കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക വർഷങ്ങളായിട്ട്. എവിടെ തൊട്ടാലും നാടഭാഷ ഞാൻ ഗൃഹപ്പഴയാ, എവിടെ തൊട്ടാലും അപകടമാണ്, എവിടെ തൊട്ടാലും ആപത്താ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞു പാസ്റ്റേ, അദ്ദേഹത്തിന് 8-9 ആക്സിഡൻ്റ് ഉണ്ടായി. എപ്പോഴും അപകടം, കൈയൊടിയുന്നു, കാലൊടിയുന്നു, അമ്മൻ എല്ലാം പ്രതിസന്ധിയാണ്. അവസാനം പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. പുറകെ കൊണ്ടിരിക്കുക കുട്ടിപ്പിശാച് നിന്നെ തകർക്കാനായിട്ട്. ഒന്നിന് പുറകെ ഒന്നായി നിന്റെ നന്മകളെ ചോർത്തുക. നീ നിന്റെ തലമുറയെ അനുഭവിക്കേണ്ട ഭൗതിക നന്മകൾ പാഴ്ചെലവായി പോകുക, അത് ആശുപത്രിയിലായി പോകുക. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുന്നു, ദൈവം ഇറങ്ങിയിട്ടുണ്ട് അതിനെ ബ്ലോക്ക് ഇടാൻ. അവൻ അബ്രഹാമിനെ കഥ പറയാൻ വന്നതല്ല ഞാൻ, നിന്നുള്ള ദൈവത്തിൻ്റെ അള്ളപ്പാടാ. ലൈവിൽ കാണുന്ന ദൈവമക്കളോട് ഇന്ന് എനിക്ക് ദൂതുണ്ട്. ദൈവ സന്ദർശനത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിന്റെ നന്മകളെ തടയുന്ന കെട്ട് പൊട്ടിക്കാൻ 25 വർഷമായ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശക്തി. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിന്റെ ഭാര്യ സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഓ, നടക്കുന്ന കാര്യമാണോ? 100 നടക്കുന്ന അബ്രഹാം 90 വയസ്സോട് നടക്കുന്ന ഭാര്യ സാറ. മെഡിക്കൽ ശാസ്ത്രം നടക്കത്തില്ലെന്ന് പറയുന്നു, സ്കാനിങ് റിപ്പോർട്ട് നടക്കത്തില്ലെന്ന് പറയുന്നു, ബ്ലഡ് റിസൾട്ട് നടക്കത്തില്ലെന്ന് പറയുന്നു, ഡോക്ടേഴ്സ് കൈമലർത്തുന്നു. എവിടെ നെഗറ്റീവാ. പക്ഷെ നെഗറ്റീവിന്റെ അകത്ത് ഒരു പോസിറ്റീവ് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അസാധ്യങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി എല്ലാ വഴിയും അടഞ്ഞാലും ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അവരൊരു വിഷയം ഏറ്റവും ആരാധിച്ച് പ്രാർത്ഥിച്ചോണോ. പിള്ളേരുടെ കല്യാണം വേണോ, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കേ. തലമുറ വേണോ, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കേ. അഡ്മിഷൻ വേണോ, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കേ. ഹല്ലേലൂയ. നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കണോ, കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കേ. നിങ്ങളുടെ മുഖത്തിൽ സന്തോഷം പറ്റു ദൈവമക്കളെ. സഭായത്തിന് വന്നിട്ട് നിങ്ങളിങ്ങനെ മൗനിയായിട്ടിരിക്കല്ലേ. ആരാധനയ്ക്ക് വന്നിട്ട് നിങ്ങളിങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കല്ലേ. ആരാധനയ്ക്ക് വന്നിട്ട് നിങ്ങളുടെ മുഖത്തിൽ പ്രകാശമില്ലാതെ വരല്ലേ. ഇന്നെങ്കിലും നീ ഒന്ന് ചിരിക്ക്, ഇന്നെങ്കിലും നീ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് മകൾ ആ ദൈവത്തിന് സാന്നിധ്യം നീ തിരിച്ചറിയണം. ബല ദല റബ ഖല ദല റബ 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 ദീബല ബോഡ കുംബല ബോഡ ബലഷസ്. നമുക്ക് ഒടുവിൽ ആരാധിക്കാം. എനിക്ക് വിഷു എന്ന് പറഞ്ഞു തീർക്കണം. ശ്രദ്ധിക്കണേ, ഈ വാഗ്ദത്തം കിട്ടിയ പെണ്ണെ അബ്രഹാമിന്റെ പ്രതികരണം, സാറാടെ പ്രതികരണം. അബ്രഹാം പറയുന്നു ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ മതി. സാറ ചിരിക്കുക, ദൈവത്തെ കളിയാക്കി ചിരിക്കുക. സ്തോത്രം. പലരും നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. നിന്റെ പിള്ളേരെ നോക്കി ചിരിക്കുന്നു. കളറില്ല, വിദ്യാഭ്യാസമില്ല, പണമില്ല, വീടില്ല, കാറില്ല, ഒന്നുമില്ല. നീ ഒരു പൊട്ടിയ ചിരിയാ നിന്നെ നോക്കി. ദൈവത്തിന് ഇന്ന് ഞാൻ അഭിഷേകത്തിൽ പറയട്ടെ, ചിരിക്കുന്നവർ ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവരെ തന്നെ ദൈവം നിന്നെ മാനിക്കും. ആത്മാൽ ദൂത് പറയുക, ചിരിക്കുന്നവർ ചിരിക്കട്ടെ.
കളിയാക്കുന്നവർ കളിയാക്കട്ടെ, ഫേസ്ബുക്കിൽ എഴുതുന്നവർ ഫേസ്ബുക്കിൽ ഇടട്ടെ, വാട്സപ്പിൽ എഴുതുന്നവർ വാട്സപ്പിൽ ഇടട്ടെ, അവൻ നുണ പറയട്ടെ, ഫോൺ ചെയ്യട്ടെ, നീ മൈൻഡ് ചെയ്യാൻ പോകണ്ട. നീ സേവിക്കുന്ന ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. നീ സേവിക്കുന്ന ദൈവം നീ സേവിക്കുന്ന ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ ദൈവത്തിന്റെ പേര് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഒന്നാമത്തെ സന്ദർശനം പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ ദൂത്, പ്രവാചകന്മാരെ കൂടെ സ്വപ്നത്തിലൂടെ വെളിപ്പാടിലൂടെ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ നിന്നോടും എന്നോടും കാലാകാലങ്ങൾ അറിയിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഇതുവരെ പൂർത്തീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, നീ എഴുതി വെച്ചത് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് പൂർത്തീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ അതിന്റെ പകലാണ്, ഇന്ന് പകൽ അതിന്റെ സമയമാണ്. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് നിന്റെ വിടുതലിന് വേണ്ടി. ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വാക്ക് പറഞ്ഞ ദൈവം വാക്ക് പാലിക്കുന്നവനാണ്. അവൻ പറഞ്ഞാൽ ഊവേ ഊവേ എന്നും ഇല്ല ഇല്ല എന്നുമാണ്. പതിനെട്ടിന്റെ 16 ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിലെ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. രണ്ടാമത്തെ ദൈവത്തിന്റെ സ്പർശനം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ വീട്ടുകാർ ഭാര്യ ഭർത്താവ് ഉള്ളപ്പോഴാണ് ദൈവം ഇടപെട്ടത്. ഇപ്പോൾ ദൈവം സംസാരിക്കുന്നത് അബ്രഹാം തനിച്ചുള്ളപ്പോഴാണ്. അബ്രഹാം അവരെ യാത്ര അയക്കാൻ പോയി. നമ്മൾ പണ്ടത്തെ കാലത്തെ വണ്ടി കാറൊക്കെ ഇല്ലാത്ത കാലത്ത് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ട് ആളുകളെ കൊണ്ട് വിടുമായിരുന്നു. പണ്ടത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യമല്ല. ബസ് സ്റ്റോപ്പിൽ കയറി ഒരു ബസ് കിട്ടി കയറി പോട്ടെ നമ്മൾ തിരിച്ച് വരത്തുള്ളൂ. അപ്പം പോകുന്ന പോക്കി പറയും, ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ പറയാനൊരു കാര്യമുണ്ട്, മറന്നുപോയി, ഇപ്പോഴാണ് ഓർത്തെ. എങ്ങനെ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ ഒരുമിച്ച് പറഞ്ഞാൽ കഴിക്കുന്നതിന് തിരക്കിനിടെ മറന്നുപോയി, ഇപ്പോഴാണ് ഓർത്തെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവരാം കേട്ടോ, എടുത്ത് വെച്ചിരുന്ന് കൊണ്ടുവന്നില്ല. വീട്ടിൽ പരസ്യമായി പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ പറയുന്നത് യാത്ര അയക്കാൻ പോകുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. വീട്ടിലിരിക്കുമ്പോൾ കിട്ടാത്ത ചിലത് യാത്ര ദൈവം തരും. യാത്ര അയക്കുമ്പോൾ ദൈവം സംസാരിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം നിന്നോട് ചിലത് ഈ യാത്രയിൽ അറിയിക്കാനുണ്ട്. ആരും അറിയാതെ നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ ദൈവം കാത്തിരിക്കുക. നിന്റെ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ, നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് സംസാരിക്കാൻ എൻ്റെ ദൈവത്തിന് കൊതിയ. പിടികിട്ടിയില്ലല്ലേ? നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ എൻ്റെ ദൈവത്തിന് കൊതിയ. പക്ഷെ നിനക്ക് സമയമില്ല. 8 മണിക്ക് യോഗത്തിന് 9-ന് വരാനേ നിനക്ക് സമയമുള്ളൂ. 9-ന് വന്നാൽ 10-ന് പോകാനാണ് നിനക്ക് ഉത്സാഹം. പ്രാർത്ഥന 3 ദിവസം വെച്ചാൽ നിനക്ക് വരാൻ സമയമില്ല. പക്ഷെ ദൈവത്തിന് കൊതിയ നിന്നോട് സംസാരിക്കാൻ. നീ ഇരിക്കുന്നിടത്ത് വരുന്നവനല്ല എൻ്റെ ദൈവം, അവനിരിക്കുന്നിടത്ത് നീ വരണം. അബ്രഹാമൻ ശ്രദ്ധിച്ചോളണേ, അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഉണ്ടാകാത്തൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ആമേ. അബ്രഹാം തന്നെയല്ല വന്ന് ദൂതന്മാരും ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ വന്ന് കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് എന്തുമാത്രം പിടിച്ചെടുക്കാമോ അത്രമാത്രം പിടിച്ചെടുക്കണം. സാറയുടെ കൂടെ ഇരുന്ന കിട്ടാത്ത ചില വാഗ്ദത്തങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ തരാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. പിടികിട്ടിയില്ലല്ലേ? സാറയുടെ കൂട്ടത്തിൽ ഇരുന്നാൽ കിട്ടാത്ത ചില വാഗ്ദത്തങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തരാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഓരോ തലമുറകളുമായി ഇരിക്കുമ്പോൾ, സഭയ്ക്കകത്ത് ഇരിക്കുമ്പോൾ, നാട്ടുകാരുടെ ഇരിക്കുമ്പോൾ ലഭിക്കാത്ത ചില ബ്ലെസ്സിങ്ങിന്റെ പാക്കേജ്, നന്മയുടെ പാക്കേജ് നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറി തരാൻ എന്റെ ദൈവത്തിന് കഴിയും.
സ്വോത്രം ഇറക്കെല്ലാം പിടികെട്ടുന്നതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത്? അങ്ങനെ പ്രാപിച്ചവരാ ഇതിനകത്ത് ഇരിക്കുന്നത്. അവര് മാത്രമാ കൈ അടിക്കുന്നത്, അവര് മാത്രമാ സ്വോത്രം പറയുന്നത്. അല്ല, തീർന്നില്ല. നിനക്ക് വേണ്ടി ചില വാഗ്ദത്തങ്ങളുടെ ഓർമ്മ തുറക്കാൻ ദൈവത്തിന് കഴിയും. സ്വോത്രം. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ ദൈവം പറയാ, എന്താ പറയുന്നറിയാമോ? യഹോവ പറയാണ്, ഞാൻ ചെയ്യാനിരിക്കുന്ന അബ്രഹാമിനെ മറച്ചു വെക്കുവോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ ഒരു മനുഷ്യനോട് വെളിപ്പെടുത്താൻ ദൈവം വെമ്പൽ കൊള്ളുക. നമ്മളോട് ആള് രഹസ്യം പറഞ്ഞാൽ അത് 10 പേരോട് പറഞ്ഞില്ലേ നമുക്ക് ഉറക്കം വരത്തില്ല. അതിനുവേണ്ടി ഓടി നടക്കുന്നത് പോലെ ദൈവത്തിന്റെ അകത്തിരിക്കുന്ന മർമ്മങ്ങൾ അബ്രഹാമിനോട് പറയാൻ ദൈവം പറയാണ്, ഞാൻ അത് എൻ്റെ മകനായ അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? നിന്നോട് ഇന്ന് ചിലത് ഓപ്പണായി പറയാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നാ പറഞ്ഞത്. നിന്നോട് മറച്ചു വെക്കത്തില്ല. 2 കാര്യമാ ദൈവം പറഞ്ഞു കേട്ടോ. എന്തൊക്കെയാണെന്നറിയാമോ? ആമേൻ, കേൾക്കണേ. ജാതികളുടെയും അവന്റെ ഭൂമിയിലെ അബ്രഹാം വലുതും ബലമുള്ളതുമായ ജാതിയെ തീരുകയും അവന്റെ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അബ്രഹാം കുറിച്ച് അരുളി ചെയ്ത് അവൻ നിർത്തിച്ചെടുക്കണം. അബ്രഹാമിന്റെ മക്കളോടും തനിക്ക് പിമ്പള കുടുംബത്തോടും നീതി ന്യായം പ്രവർത്തിച്ചുകൊണ്ട് വഴിയിൽ നടപ്പാൻ കൽപ്പിക്കാൻ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കുടുംബത്തെ ഭാവിയിൽ അനുഗ്രഹിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി അബ്രഹാമിനോട് തുറന്നു പറഞ്ഞു. എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഒത്തിരി കാര്യം പറഞ്ഞു. അതിന് സാമ്പിൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ 2ാമത്തെ ദൈവിക സന്ദർശനത്തിൽ ദൈവം ചെയ്ത കാര്യം അവരെ തലമുറയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും അതോടൊപ്പം തന്നെ ലോത്തിന്റെ കുടുംബത്തെ ചൊല്ലി ന്യായവിധിയും പറയാണ്. ദൈവത്തിന് സ്തോത്രം. ഭാവിയിൽ സംഭവിക്കാനുള്ള ന്യായവിധികളെ കുറിച്ചും ദൈവം ഓപ്പണായിട്ട് എന്ത് ചെയ്യുക? ഈ കാര്യം എവിടെ വെച്ച് പറഞ്ഞില്ല, പറഞ്ഞാട്ട് വീട്ടിൽ വെച്ച് പറഞ്ഞില്ല. എപ്പോഴാണ് പറയുന്നത്? ദൈവത്തിൽ കൂടെ നടക്കുമ്പോഴേ, ഒറ്റയ്ക്ക് നടക്കുമ്പോഴേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കൂട്ടായ്മ വന്നപ്പോഴാണോ നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്? ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോഴാണോ? ദൈവത്തിൽ ഞാൻ പറയാം, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോഴാണ്. ആരുമില്ലാതെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണീരൊഴുക്കി കരഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് വിടുതൽ പ്രാപിച്ച ദൈവമക്കളുടെ കൂട്ടമായി ഇവിടെ ഇരിക്കുന്നത്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ ദൈവം കൈവിടത്തില്ലെന്ന്, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്, ദൈവത്തിൽ നിന്നോട് അറിയിപ്പാൻ ദൂതുണ്ടെന്ന്. ഉറക്കൊന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞു. സെലിബ്രേറ്റ് ചെയ്തു. സ്തോത്രം. എനിക്കിത് 2 മണിക്കൂറുണ്ടെങ്കിൽ ഇത് പറയാനൊക്കെ ഞാൻ പെട്ടെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്കൊരു ദൂതിനകത്തുണ്ട്, അത് പറയാനാണ് ഞാൻ വെമ്പൽ കൊള്ളുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ കാര്യം ലോത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആമേൻ ന്യായവിധിയാണ്. സോദോമിന്റെ ന്യായവിധി ദൈവം പറഞ്ഞ 2ാമത്തെ ദൂത്. വീട്ടിൽ വെച്ച് പറഞ്ഞത് കുടുംബത്തോടുള്ള ദൂതും വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുമാണ്. റോഡിൽ ഇറങ്ങിയപ്പോൾ ദൈവം പറഞ്ഞ 2ാമത്തെ സന്ദർശനത്തിൽ ദൈവം കൊടുക്കുന്നത് അവൻ്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കാര്യവും ഭാവിയിൽ ഉണ്ടാകുന്ന ന്യായവിധിയുമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അബ്രഹാം പ്രൈസ്തലോട് പറയേണ്ടതാണ്. കാരണം സഹോദരപുത്രനാണെങ്കിലോ അവനെ നന്മയല്ല അടിച്ചു മാറ്റിയ ആളാണ് ലോത്ത്. അപ്പോൾ ആ സ്ഥലമെല്ലാം തീയും ഗന്ധകവും വന്ന് വർഷിപ്പിക്കുന്നു പറഞ്ഞാൽ ആരാ സ്തോത്രം പറയാത്ത? അവൻ അങ്ങനെ വരണം എന്നല്ലേ പറയേണ്ടത്? പക്ഷെ ദൈവം പറയുകയാണ്, അത് നിന്നെ എനിക്ക് മറച്ചു വെക്കാൻ ഒക്കാതെ ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർത്തോണം. ദൈവം നമ്മളെ ഒരു ദൂത് നേരത്തെ അറിയിച്ചാൽ ആ ദൂത് പൂർത്തീകരിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരിക്കലും ദൈവം ആ ദൂത് മറച്ചു വെക്കത്തില്ല. ദൂത് അതുപോലെ നടന്നിരിക്കും. ദൈവ ഭാവിയിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നേരത്തെ അറിയിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നേരത്തെ അറിയിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ അത് നീക്കുവാ കൊണ്ടെന്നാ ഞാൻ പറയാൻ വരുന്നത്. പിടികിട്ടില്ലേ? സ്വപ്നം കണ്ട വെളിപ്പാട് പ്രവാചകൻ പറഞ്ഞാൽ, നാട്ടുകാർ പറഞ്ഞാൽ, അമ്മ ജാതകം പറഞ്ഞാൽ, അമ്മ കൂടോത്രം ചെയ്താൽ ഒക്കെ എന്തെല്ലാം ചെയ്താലും നീ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പോകണ്ട. പ്രാർത്ഥനാമുറിയിൽ ഒന്ന് മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് കൈയുയർത്തി, എൻ്റെ ദൈവമേ നീക്കുപോക്ക് തരണമേ എന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ നീക്കുപോക്ക് തരാൻ ദൈവത്തിന് കഴിയും.
കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്ര 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 സ്തോത്രം. ചിലതിന് ഞാൻ ആത്മാവിൽ കാണുന്നു, ചിലതിനെ ദൈവം ഒഴിവാക്കുക, ചിലതിനെ തട്ടി മാറ്റുക, ചിലതിനെ ഊതിക്കളയുക, ചിലതിനെ ശാസിച്ച് കളയുക. പറഞ്ഞിട്ടില്ലേ കണ്ണെ കൊള്ളാനുള്ള പിരിയത്തെ കൊണ്ടെന്ന്. ചിലതിൻ്റെ നേരെ പറഞ്ഞാൽ അസ്ത്രങ്ങളുണ്ട്, അത് പായിക്കാൻ തയ്യാറായ ചില വേന്ദ്രന്മാരും ഉണ്ട്. എന്നാൽ ഇന്ന് ദൂത് കേട്ടോ, എവിടുന്ന് വന്നോ അവൻ്റെ നെറ്റിക്ക് എന്നെ തിരിച്ചയക്കിയവൻ്റെ ദൈവം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചനമായി പറയുകയാണ്, നീ നശിക്കുന്നത് കാണാനും തലമുറ നശിക്കുന്നത് കാണാനും നോക്കി നിന്ന് നിന്റെ നേരെ അസൂയയുടെ അസ്ത്രങ്ങൾ അണിയുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്നത്തെ ആരാധനയിൽ യേശുവിൻ്റെ നാമത്തിൽ അതിന് കെട്ടുപൊട്ടിച്ച് നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിയണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഒരു വലിയ വിടുതൽ തരാമെന്ന് ദൈവത്തിൻ്റെ ഭാഗം. അതുകൊണ്ടാണ് ഞാൻ വിഷയം മാറ്റിയത്. കഴിഞ്ഞ ആഴ്ചത്തെ വിഷയത്തിന് ബാക്കി പറയാത്ത അതുകൊണ്ടാണ്. ഇന്ന് പകലൊരു വിടുതൽ വേണം നമുക്ക്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു വിടുതൽ വേണം. 22-ാമത്തെ വാക്യമാണ് അടുത്തത്. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് വീട്ടിലെ ദൂതന്മാരും അബ്രഹാം കൊണ്ടുള്ള കോമൺ കോൺവെർസേഷനും അതിൻ്റെ ശാപ്പാടും അതിൻ്റെ പരിപാടിയും അതിൻ്റെ ഒരു കൊച്ചു വിടുതലും. രണ്ടാമത്തേത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള യാത്രയിൽ ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടം. രണ്ട് കാര്യം നടന്നു. തലമുറയെക്കുറിച്ചുള്ള വാഗ്ദത്തവും ഭാവിയിൽ ദൈവത്തിൻ്റെ ന്യായവിധിയും ഒരുപോലെ മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നു. ആ പുരുഷന്മാരങ്ങ് പോയി. ആരാധനയോ 2 ദൂതന്മാർ. അവരെങ്ങോട്ട് പോയി? അവർ സോദോമിലേക്ക് പോയി. യഹോവ അവിടെ നിൽക്കുകയാണ്. യഹോവയുടെ സന്നിധിയിൽ ആര് നിന്നു? വായിച്ചിട്ട് 22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ നിന്നു. യഹോവയുടെ സന്നിധി തന്നെ നിന്നു. ആ തന്നെ എന്നുള്ളതിൻ്റെ അടിയിൽ വരയിട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ തഴയുന്നവനല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് കരയുന്ന ഒത്തിരി മക്കൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങിക്കരയുന്നവർ. കഴിഞ്ഞ ദിവസം സഹോദരിയെ വിളിച്ച് പറഞ്ഞ്, പാസ്റ്റേ ഞാൻ കരഞ്ഞാൻ വീട്ടുകാരെ കേൾക്കുക, ബാത്റൂമിൽ കയറി ടാപ്പോണാക്കിയിട്ട് ഞാൻ ഉറക്കെ കരയും. ആരും കേൾക്കാതിരിക്കാൻ. ഹൈ സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ എൻ്റെ കരച്ചിലാരും കേൾക്കത്തില്ല. ഇന്ന് കാലം നിന്റെ കണ്ണ് നീര് ഒപ്പിയെടുക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നീ ആരുടെ മുമ്പിൽ കൈ മലർത്തണ്ട, ദൈവത്തിന് മുമ്പിൽ കൈ മലർത്തിയാൽ മതി. നീ ആരുടെ മുമ്പിൽ മുട്ടുമടക്കണ്ട, ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കിയാൽ മതി. ആരുടെ മുമ്പിൽ നീ കണ്ണുനീര് ഒഴുക്കണ്ട, എൻ്റെ ദൈവത്തിന് മുമ്പിൽ നീ കണ്ണുനീര് ഒഴിക്കാൻ മതി. ഇന്ന് അങ്ങനെ ഒരുക്കുന്ന ഒത്തിരി പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്നോടുള്ള ദൈവത്തിലെ ദൂത കേട്ടോ, അവിടെ തന്നെ നിന്നു. കർത്താവിന്റെ ദാസന്മാരെ, യഹോവയുടെ സന്നിധിയിൽ തന്നെ നിൽക്ക്. ആന്റിമാരെ, യഹോവയുടെ സന്നിധിയിൽ തന്നെ നിൽക്ക്. അങ്കിളുമാരെ, യഹോവയുടെ സന്നിധിയിൽ തന്നെ നിൽക്ക്. തന്നെ നിന്നാൽ ദൈവം സംസാരിക്കും. സ്തോത്രം സ്തോത്രം. ഇത് ഒത്തിരി പറയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയും. ഈ യഹോവയുടെ സന്നിധിയിൽ നിന്നപ്പം അബ്രഹാം ചെയ്ത് എന്താ? ദൈവമേ, എൻ്റെ മോൻ ഇസ്ഹാക്ക് ജനിച്ച് കഴിയുമ്പോൾ അവൻ എത്രാം ക്ലാസ് വരെ പഠിക്കും? അവന് അഡ്മിഷൻ കിട്ടുമോ? അവനെ കാനഡയ്ക്കാണോ യു കെക്കാണോ കർത്താവ് വിടേണ്ടത്? പിന്നെ ഞാൻ മേടിച്ച ആ വീടിൻ്റെ അകത്ത് ഒരു മുറിയുടെ പണിയുണ്ടോ കർത്താവ്? എല്ലാ സ്തോത്രവും പോയി. സ്തോത്രം സ്തോത്രം. പക്ഷേ കർത്താവെ, ഞാൻ ഒരു സ്ഥലം കൂടെ കണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ട് മേടിക്കാൻ ഈ പ്രാവശ്യം പറ്റുമോ കർത്താവ്? ഇതൊന്നുമല്ല അബ്രഹാം ചോദിച്ചത്. അബ്രഹാമിൻ്റെ അകത്തൊരു കനൽ വീണ് കേട്ടോ. എന്താ കനല്? എൻ്റെ സ്വന്തം സഹോദരനായ ലോത്ത് പോയി പാർക്കുന്ന സ്ഥലം മുഴുവൻ ദൈവം നശിപ്പിക്കാൻ പോവാ. തീയും ഗന്ധവും കൊണ്ട് വർഷിപ്പിക്കുക. സ്തോത്രം. അവൻ എന്നെ കളിപ്പിച്ചിട്ട് ഓടിപ്പോയവനാ. ഇച്ചിരി കുരുത്തത്തേക്കാടൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവൻ നശിക്കുന്നെന്ന് കേട്ടപ്പോൾ അബ്രഹാമിന് അടങ്ങിയിരിക്കാൻ അവൻ അവിടെ തന്നെ നിൽക്കുക. ദൈവത്തെ വിടാതെ നിൽക്കുക. ദൈവത്തെ വിടാതെ നിൽക്കുക.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേറെ ഒരു ഭൗതികവും അബ്രഹാം ചോദിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അബ്രഹാം ആരായിരുന്നു? എന്തുകൊണ്ട് ദൈവം എന്നെ മഹാനാക്കി? അവന് സ്പെഷ്യലായിരുന്നു കേട്ടോ. അവൻ പറയും, എൻ്റെ ദൈവമേ, ഒരു 50 പേരുണ്ടെങ്കിൽ ലോത്തിനെ വിടുവിക്കണേ. ദൈവമേ, ഒരു 45 പേരുണ്ടെങ്കിൽ ലോത്തിനെ വിടുവിക്കണേ. ദൈവമേ, ഒരു 40 പേരുണ്ടെങ്കിൽ ലോത്തിനെ വിടുവിക്കണേ. ദൈവമേ, ഒരു 30 പേരുണ്ടെങ്കിൽ വിടുവിക്കണേ. 20 പേരുണ്ട് വിടുവിക്കണമേ. 10 പേരുണ്ട് വിടുവിക്കണേ. ഒരു യാചകൻ റോഡിൽ നിന്ന് കരയുന്നത് പോലെ അബ്രഹാം കരയുക. എൻ്റെ സഹോദരൻ്റെ മോനെ വിടുവിക്കണേ. മധ്യസ്ഥതയ്ക്ക് വിശുദ്ധ ബൈബിളിൽ ഞാൻ ഇതുപോലെ ഭാഗം കണ്ടിട്ടില്ല. ഏങ്ങി മൂങ്ങി കരഞ്ഞ് നാണമില്ലാതെ ചോദിക്കുക. നമ്മുടെ വീട്ടൊരാൾ പൈസയ്ക്ക് വന്നെന്ന് വിചാരിച്ചു, 5000 രൂപ. നമ്മൾ പറഞ്ഞില്ല, പൊക്കോ ഇല്ല. പിന്നെ അവർ ചോദിക്കുക 4000. ഇല്ലെന്നല്ലേ പറഞ്ഞേ. പിന്നെ നിൽക്കുക, അവർക്ക് ആവശ്യക്കാരാ. 3000. ഇവിടെ തന്നോടല്ലേ പറഞ്ഞേ ഇല്ലെന്ന്. പിന്നെ അത്യാവശ്യം 2000. തരത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തരത്തില്ല. എന്നാൽ 1000 ആവശ്യക്കാരൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അബ്രഹാം നിലവിളിച്ചത്. 50 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ. സ്വന്തം സഹോദരനെ രക്ഷിക്കാനായിട്ടുള്ള അബ്രഹാമിൻ്റെ യാചന ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒന്നാമത്തെ സന്ദർശനത്തിൽ കാര്യം നടന്നു, തലമുറയെ കിട്ടി. രണ്ടാമത്തെ സന്ദർശനത്തിൽ വാഗ്ദത്തങ്ങൾ കിട്ടി, തലമുറയ്ക്ക് വേണ്ടിയുള്ളത്. ആ കൂട്ടത്തിൽ ദൈവം പറഞ്ഞ ന്യായവിധി അവനെ ചങ്കിൽ ഒരു വേദനയായി മാറി. മൂന്നാമത്തെ സന്ദർശനത്തിൽ അവൻ നിന്ന് പറയുമ്പോൾ അവൻ ഒന്നേ പറയാനുള്ളൂ, എൻ്റെ സഹോദരനെ വിടുവിക്കണം. ഭാരതം കൊയ്ത്തിനായി വിളഞ്ഞിരിക്കുമ്പോൾ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ എനിക്കും നിനക്കും കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ ഭാര്യയെ എൻ്റെ പിള്ളേരുമായി മാത്രം പ്രാർത്ഥന നിർത്തിയെങ്കിൽ, ഇന്നെനിക്ക് പറയാനുള്ള ദൂത് അവിടെ കൂടെ നിർത്തല്ലേ. അതിൻ്റെ അപ്പുറത്തായിട്ട് കർത്താവേ, എൻ്റെ ആയുസ് കൊണ്ട് മധ്യസ്ഥതയിൽ ഇറങ്ങിപ്പറയാൻ എനിക്കറിയത്തില്ല, ട്രാക്റ്റ് കൊടുക്കാനും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥനാമുറിയെ കർത്താവേ വിടുവിക്കണമേ എന്ന് പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ, നീ ആരുടെ പേര് വെച്ച് പറയുന്നു അവരെ അടുത്ത ഞായറാഴ്ച ഈ ഹോളി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുന്നു, മധ്യസ്ഥത അണയ്ക്കണം. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. സ്തോത്ര സ്തോത്ര. ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഈ പോയിന്റ് മാത്രമേ പറയാൻ സമയമുള്ളല്ലോ. ശ്രദ്ധിച്ചേക്കണേ. ഈ അബ്രഹാമിൻ്റെ മധ്യസ്ഥതയിൽ 10 പേര് ചോദിച്ചിട്ട് 10 പേരും ഈ ലോത്ത് പോയി പാത്രത്തില്ലായിരുന്നു. ഈ വീട് മേടിക്കുമ്പോഴും വസ്തു മേടിക്കുമ്പോഴും ഓർത്തോണം, അവിടെ വല്ല ഏത് മനുഷ്യ താമസിച്ച ദൈവത്തെ അന്വേഷിച്ചിട്ട് പോയി കയറാവേ. വല്ല ഊരാക്കുടുക്കി കയറിയിട്ട് പിന്നെ ആയുസ് പിന്നെ പ്രാർത്ഥിക്കാനിടയാകല്ലേ. ചില ആത്മീയ വട്ടമുള്ളവൻ വിളിച്ചുള്ളത് 5 രൂപ കൂടിയാലും കുറഞ്ഞാലും മാറിയൊക്കെ പോയാൽ ഗുണമുണ്ട്. ഉപ്പാപ്പനെ കളിപ്പിച്ച് അടിച്ചു മാറ്റിയിട്ട് അവൻ പോയി പാർത്ത എവിടാ? ഒരു 10 വിശ്വാസം ഇല്ലാത്ത സ്ഥലത്താണ് പോയത്. സ്തോത്രം. അവൻ വിചാരിച്ച് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായി വാഴാമെന്നാണ് വിചാരിച്ച് പട്ടണത്തെ വാതിക്കലിരിക്കുക ദൈവത്തിന്. പക്ഷേ ദൈവം വിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ 3 പുരുഷന്മാർ 2 പേര്, എൻ്റെ വായിക്കാൻ സമയമില്ലാത്ത ഞാൻ പറയുകയാണ്. അതിൻ്റെ 2 പേര് 19:1 ആ 2 ദിവസം നേരെ വൈകുന്നേരത്തെ സോതോമിലെത്തി. ലോത്ത് സോതപ്പെട്ട വാതുക്കല് ഇരിക്കുകയായിരുന്നു. ഇനി 15-ാമത്തെ വാക്യം വായിച്ചു. 15-ാമത്തെ വാക്യം. അവന്റെ മരുമക്കൾക്ക് തോന്നി, ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു.
അടുത്തോടെ. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. ആമേൻ. 29-ാമത്തെ വാക്യം. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. 27-ാമത്തെ വാക്യം. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്ന് സോദോമിനും ഗോമോറായിക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. മതി പെട്ടെന്ന് പറയാമേ, ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവത്തിൻ്റെ ദൂതന്മാർ വീട്ടിൽ ചെന്ന് ദൂത് പറഞ്ഞു. ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവരിറങ്ങത്തില്ല. എങ്ങനെ ഇറങ്ങാനാ? അവസാനം ദൈവം പറഞ്ഞു, നീ ഇറങ്ങേ. ദൂതന്മാർ ആദ്യം ദൂത് അടിച്ച് ഇറങ്ങത്തില്ല. രണ്ടാമത് ദൈവത്തെ ദൂതന്മാർ അവൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് ബന്ധപ്പെടുത്തുക. ഇവിടെ വെള്ളപ്പൊക്കം 2,000 പേര് ഉണ്ടാക്കി കഴിച്ച ഒരമ്മച്ചി പറഞ്ഞു, അവൻ ഞാൻ 78 വർഷമായിട്ട് ഇവിടെ താമസിക്കുക, ഇവിടെ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല, ഞാൻ പോകത്തില്ല. 78. നിന്നെ കെട്ടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ, നിനക്ക് എന്നെ അറിയാം. 78 വർഷം ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ വെള്ളം കയറത്തില്ല. നിന്നോട് പറഞ്ഞു, നിനക്ക് മനസ്സിലാകത്തില്ലേ? നീ ഇന്നലെ ഇങ്ങോട്ട് വന്ന പെണ്ണല്ലേ? പറഞ്ഞേച്ച് ഉറങ്ങി അമ്മച്ചി കിടന്ന് കൈയിട്ട് താഴോട്ട് വെക്കുമ്പോൾ കട്ടിൻ്റെ അടി വെള്ളം. പറഞ്ഞേച്ച് വരുമ്പോൾ മേളിൽ കയറിയിരിക്കുക സ്റ്റെപ്പേല്. അമ്മച്ചി താഴേന്ന് കൈയിട്ട് നോക്കിയപ്പം വെള്ളം. അയ്യോ ഓടിവായോ. ഇവിടെ ദൈവത്തിൻ്റെ പ്രശ്നം ഈ ന്യായവിധി വരുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങിക്കോണം. സ്തോത്രം. അതൊക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഇന്ന് അതിനുവേണ്ടി ഞാൻ സമയം എടുക്കുന്നില്ല. അതൊക്കെ ഒത്തിരി പറയേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. 2000 വെള്ളപ്പൊക്കം ഒരു പ്രസംഗം തന്നെയാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആദ്യം പറഞ്ഞു, ഇവൻ അനുസരിക്കുന്നില്ല. രണ്ടാമത് ദൂതന്മാർ പെരക്കത്ത് താമസിച്ചുകൊണ്ട് ബന്ധപ്പെടുത്താൻ ഇറങ്ങ്. ചില ആളുകൾ എയർപോർട്ടിൽ പോകാനായിട്ട് അമ്മയെല്ലാം പെട്ടിയെല്ലാം ബാക്കി എന്ത് കാറാ കയറത്തില്ല. അങ്ങോട്ട് കയറും, ഇങ്ങോട്ട് കയറും, അങ്ങോട്ട് കയറും, അവിടെ തപ്പും, ഇവിടെ തപ്പും. എടി ഇങ്ങോട്ട് വാടി, അച്ഛ അവിടെ നിക്കച്ച. അന്നേരം അച്ഛൻ പറയാം, അല്ലേലും ഇവളങ്ങനെ. അങ്ങനെ കൃപയുള്ള ചില അമ്മാവന്മാരുമുണ്ട്, ചില അച്ചായന്മാരുമുണ്ട്. എൻ്റെ പൊണ്ണു മക്കൾ ദൈവത്തെ എയർപോർട്ടിൽ പോയി 2 പേർക്ക് നേരത്തെ പോവും. മഴക്കാലമൊക്കെ അല്ലേ, ഇടയ്ക്ക് പോയി കുഴപ്പമുണ്ടാക്കാതെ. ഈയിടെ പോകുന്ന വഴിക്ക് കാറ്റ് പോയെന്ന് വരും, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും. ട്രെയിനിൽ പോകുമ്പോഴും നേരത്തെ പൊക്കോണം. കഴിഞ്ഞാഴ്ച പറഞ്ഞാൽ അപ്പച്ചനുണ്ട് 8 പേര് ചട്ടയിട്ടുകൊണ്ട് ഓടരുത്. അപ്പോൾ കഴിഞ്ഞാഴ്ച വരാത്തൊരു ചോദിക്കുക എന്ത് വന്നവരോട് ചോദിക്കണം, പറയത്തില്ല, രഹസ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പെരക്കകത്ത് ഇരുന്നുകൊണ്ട് ബന്ധപ്പെടുത്തി എന്നിട്ടും ഇറങ്ങത്തില്ല. അവസാനം ദൈവത്തിലെ ദൂതന്മാരിങ്ങോട്ട് വന്നിട്ട് അവരെ 2 പേര് യഹോവ അവർ കാരണമാകിയ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെ 2 പുത്രരെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തുകൊണ്ട് പിടിച്ചു വളയെടുത്ത് പറഞ്ഞു. അധിക പ്രസംഗി എൻ്റെ ഭാഷ പറയാ, ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് വെച്ച് പെരക്കത്തിലൊക്കെ ഇറങ്ങി നടന്ന് നിന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ എത്ര ദിവസമായി ഇറങ്ങിയോട്ടെ. അപ്പനാണ് വീട്ടിൽ കൂടെ കയറി ഇറങ്ങി ഇവിടെ വന്നിരിക്കുക നിന്നെ വിടുവിക്കാൻ. നീ ഇത്രയും പറ്റി ഇറങ്ങത്തില്ലല്ലേ? അങ്ങനെ ചില സ്ഥാനപ്പെടുത്തില്ല. ഞാൻ അപ്പം കിടന്നത്തെ ഞാൻ കിടക്കത്തുള്ളൂ, ഞാൻ അമ്മ അടക്കത്തെ ഞാനും അടക്കത്തുള്ളൂ. അടങ്ങിയാ മതി. അവിടെ ആർക്ക് പോയി? ന്യായപതിന് വെള്ളം വരിക, ഇറങ്ങി ഓടിക്കോ. ബന്ധപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ദൈവം ഇരിക്കത്തില്ല. ചില പറഞ്ഞ ദൈവം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൈ പിടിച്ച് വെള്ളത്തിൽ കൊണ്ടുപോകാൻ ഞാൻ മുങ്ങാം. എന്തോ പണിയാന്നറിയണ്ട ദൈവത്തിന്. നിന്നെ തന്നെ പിടിച്ച് മുക്കാനായിട്ട് ദൈവം അവിടെ കൊണ്ട് വരണമെന്ന്. ദൈവം ചിലത് സ്പെഷ്യലായിട്ട് ചെയ്യും, പക്ഷേ നിന്നെക്കുറിച്ച് അങ്ങനെ ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല. നീ എന്നെ എന്തോ അങ്ങോട്ട് വല്ലതും കൊടുക്കുന്നുണ്ടോ? 5 പൈസ സ്വതന്ത്രമാക്കി നിന്നെക്കൊണ്ട് എന്നെ ചെയ്യാനോ? എന്നാ ഗുണമാ ദൈവത്തിന്? കീറിയ നോട്ട് ഇരുന്ന് നിന്നെക്കൊണ്ട് എന്നാ ദൈവത്തിന് പ്രയോജനം? 1 ലക്ഷം കയ്യിലുള്ളപ്പം 10 രൂപ സ്വതന്ത്രമാക്കി നിന്നെ കൊടുത്ത ദൈവത്തിന് എന്നാ പദ്ധതി? പണങ്ങല്ലേ? ഇടയ്ക്ക് പറഞ്ഞതാ. ദൈവം ഇടയ്ക്കിങ്ങനെ ഓരോ പറയിപ്പിക്കും. അത് ചിറക്കുള്ള ദൂത്, അത് വലിച്ചെടുത്തോണം. വലിച്ചത് ഗുണം പിടിച്ചാൽ ചിരിച്ചാൽ പോരാ, ഗുണം പിടിച്ചാൽ ഗുണമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വലിച്ചിറക്കട്ടെ. എന്താ ചെയ്തു? വലിച്ചിറക്കട്ടെ, പിടിച്ച് റോഡിൽ കൂടെ പോരാന്ന് പറഞ്ഞു. പിള്ളേരെ സ്കൂളിൽ വിടുന്ന പോലെ. ഇപ്പം പിള്ളേരെല്ലാം കരച്ചില്ല. LKG UKG മൊത്തം കരച്ചില്ല, വീട്ടിൽ പോകത്തില്ല. വലിച്ചിറക്കി ഓടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ 4 ദൂത് കേൾക്കണോ?
അവരെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക അടുത്ത പുറകോട്ട് നോക്കല്ലേ, ഈ പ്രദേശത്തെങ്ങും നിൽക്കേ മരുത്, ഈ ഏറിയായി കണ്ടുപോകല്ലേ. ഞാനിത് വായിച്ചെങ്കിൽ ചിരിച്ചു. എന്റെ സാറായി ഇത്ര കോൺഫിഡൻസുള്ള ദൈവം സംസാരിക്കുന്നത്. എന്താ പറയുന്നത്? ഇനിയും തിരിഞ്ഞു പോയക്കല്ലേ, ഓടിപ്പോക്കോ. രണ്ട്, എന്തോ പുറകോട്ട് നോക്കരുത്. ഇറങ്ങിയിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ അതുണ്ടോ, ഇവിടെ ഇതുണ്ടോ. പഴയ കുരിശടി കാണുമ്പോൾ ഒരു കുരിശ് വരെ, ചാത്ത കുർബാന, മാമോദീസ എല്ലായിടത്തും പോയി നോക്കിക്കൊണ്ടിരിക്കുക. ക്ഷമിക്കണം ആ വാക്ക് ഉപയോഗിക്കുന്നതിനകത്ത്. കെട്ടാന്ന് ഓർത്തോണം, കെട്ട ആര് പ്രാർത്ഥിച്ചാലും മാറത്തില്ല. സത്യം മനസ്സിലായാൽ നീ മാറിക്കണം. ഞായറാഴ്ച പ്രോഗ്രാം ഇട്ടോട്ട് വന്നിരിക്കുക. മാമോദീസ അയക്കുമ്പോൾ ചാത്ത കുർബാനയ്ക്കും ബൈബിളിലത്തെ കാര്യങ്ങൾക്ക് നീ പറയാൻ പോകല്ലേ. സത്യമാണെങ്കിൽ സത്യം തന്റെ അനുമതിക്കണം. ഓൾറെഡി കേൾക്കുന്നതോട് ഞാൻ പറയുക, നിന്റെ കളിക്കും ചെല്ലേണ്ട ദൈവം. ഇറങ്ങണം, ഓടണം. പുറകോട്ട് നോക്കല്ലേ കേട്ടോ ആന്റി, പുറകോട്ട് നോക്കല്ലേ. അടക്കവും കല്യാണമല്ല വിഷയം, പുറകോട്ട് നോക്കല്ലേ. സ്തോത്രം. നിൽക്കുകയും വരുതേ. സ്തോത്രം. പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. ഇത്രയും കാര്യം ദൈവം ചെയ്ത് ആരെ ഓർത്തിട്ടാണെന്നറിയാമോ? അബ്രഹാമിനെ ഓർത്തോണ്ടാ. ഇത്രയും കാര്യം ഈ ലോത്തിന്റെ ഗുണം ഓർത്തോണ്ടല്ല, അബ്രഹാമിന്റെ പ്രാർത്ഥന ഓർത്ത. ഞാനൊരു കാര്യം പറയാം. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്നെ ഓർത്ത് ചില കുടുംബങ്ങളെ കെട്ടിക്കടത്താ പൊട്ടിച്ച് അവരെ വലിച്ചു പുറത്തെടുക്കും. യേശുവിന്റെ നാമത്തിൽ പ്രവചനമായി പറയുക, ദൂതൻ ഇറങ്ങി വലിച്ചിറക്കും. പാരമ്പര്യത്തിൽ കെട്ടിക്കിടക്കുന്ന ചിലതിന് ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, വലിച്ചിറക്കും. റബല കൈയടിച്ച് ഉറക്കെ സ്വന്തം മതി. സമയമില്ല. പോരാ യേശുവിന്റെ നാമത്തിൽ. ഇറങ്ങി ഓടിപ്പോയപ്പോ തന്നെ തീയും ഗന്ധവും വർഷിക്കാൻ തുടങ്ങിയെന്ന് ബോംബിടുന്ന പോലെ ആയിപ്പോയി. അവിടെ വായിച്ചു കേട്ടോ. അബ്രഹാം ദൈവസേനയിൽ ലോത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ച ആ സ്ഥലത്ത് തന്നെ നിന്ന് നോക്കി അബ്രഹാം ഇത് കണ്ടു, പുക ഉയരുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ താഴെ വീണപ്പോൾ ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു, ന്യൂയോർക്കിലുണ്ടായിരുന്നു. അറിഞ്ഞില്ല. കെവിക്കുരം പാഷ ഭാഷപാത്രയ്ക്ക് പോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടി വിക്കകത്തൊന്ന് ട്രേഡ് സെന്റർ തകർന്നു പോയെന്ന്. പെട്ടെന്ന് നിശ്ചലമായി അമേരിക്ക മൊത്തം, ന്യൂയോർക്ക് എക്സാക്ട്ലി. ഞാൻ താമസിച്ച വീടിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആകാശത്തിലേക്ക് പുക ഉയരുക. ഞാൻ പാർത്ത വീട്ടിൽ നിന്ന് അല്പം ദൂരമേ ഉള്ളൂ ഈ സ്ഥലം. പുക ഉയരുക. 2 ട്വിൻ ടവേഴ്സ് അടിച്ച് തകർത്ത് കളഞ്ഞു. പുക മേപ്പോട്ട് ഉയരുന്ന കണ്ണിന് കാണാമായിരുന്നു. ന്യായവിധിയുടെ പുക ഉയരുന്നത് അബ്രഹാം കണ്ടെങ്കിലും അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ മധ്യസ്ഥത ഏറ്റിട്ടുണ്ട്. എൻ്റെ മോൻ പോയിട്ടില്ല, എൻ്റെ മകൻ മരിച്ചിട്ടില്ല, അവനെ ദൈവം വിടിവിച്ചിട്ടുണ്ട്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ന്യായവിധിയുടെ പുക ഉയർന്നാൽ നിന്റെ തലമുറകളെയും സൂക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ന്യായവിധിയുടെ പുക ഉയർന്നാൽ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇന്ന് നീ പ്രാർത്ഥന കുടുംബങ്ങൾക്കകത്ത് ദൂതൻ ഇറങ്ങി പിടിച്ചിറക്കാൻ പോകുക. അവർ പിടിച്ചിറങ്ങി ഓടിക്കഴിയുമ്പോൾ ആ പേര മുഴുവൻ നശിക്കാൻ പോകുകയാണ്. ഒരു കുടുംബം തകർക്കാൻ പോകുക. ദൈവം അവരെ പിടിച്ചിറക്കിക്കോ. പ്രാർത്ഥിച്ചോ. ചില കുടുംബങ്ങളെ നീ പിടിച്ചിറക്കാൻ പോകുക. അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്, കൃപ ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് കൈയടിക്കാൻ മാത്രമല്ല, ഒരു പുതിയ കൃപ നിന്റെ മേൽ തന്നിട്ടുണ്ട്. നീ ആരാധിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് പറഞ്ഞെനിക്ക് നിർത്തണമല്ലോ. പെട്ടെന്ന് എല്ലാവരും പാടിച്ചുകൊണ്ടിരിക്കണേ. ഒരു വിടുതൽ ദൈവം നടത്താൻ പോകുക. ശ്രദ്ധിച്ചു കേട്ടോണോ. ആമേൻ. ഈ വലിയ വിടുതൽ നടക്കുമ്പോൾ അബ്രഹാം ഭാര്യ സാറായെ പ്രാർത്ഥിച്ച് കിട്ടിയൊരു വിടുതലല്ല, അബ്രഹാം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാ. അബ്രഹാം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ദൈവം ഒരു രാജ്യത്തെ ഇന്ന് തൻ്റെ തലമുറയെ വിടുവിക്കും.
എല്ലാ വീട്ടുകാരും വന്നില്ല, അമ്മമ്മയെ വിഷമിക്കേണ്ട, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. നിന്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, ഒറ്റയ്ക്കുള്ള ഉപവാസം കൊണ്ട് നീ ആരെക്കുറിച്ച് ആഗ്രഹിക്കുന്നോ അവരെ കെട്ടുപൊട്ടിക്കാൻ ദൈവത്തിന് കഴിയും. അമേരിക്കയിലാണെങ്കിലും UK യിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും വെസ്റ്റ് ഇൻഡീസിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അവിടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. സ്വതന്ത്രം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കണേ. ഒരു വലിയ വിടുതൽ ദൈവം അയക്കാൻ പോകുകയാണ്. ഈ ഓട്ടത്തിൽ ലോത്തിൻ്റെ ഭാര്യ ഒരു തമാശ കാണിച്ചു. തിരിഞ്ഞൊറ്റ നോട്ടം. കർത്താവ് എന്താ പറഞ്ഞത്? തിരിഞ്ഞേ. എല്ലാവർക്കും കളിയായി. ലോത്തിന് കണ്ടില്ലേ, അവൾ തിരിഞ്ഞ് നോക്കി. 1000 പക്ഷെ തിരിഞ്ഞ് നോക്കിയവർ എനിക്ക് ചിരിക്കുന്നത്. ചെറിയ കാര്യം വരുമ്പോൾ എന്നെ അങ്ങ് എടുത്തോണേ, മതി കർത്താവേ, ഞാൻ തിരിച്ചു പോവാ. നീ തിരിച്ചു പോയി ആർക്ക് എന്നാ പറ്റി? നീ തിരിച്ചു പോയി ആർക്കെല്ലാം വല്ലതും പറ്റുമോ? നിനക്ക് പോയി. നീ പോയ 10 പേരെ വേറെ ദൈവം തരും. ആരും അനങ്ങുന്നില്ല. നീ തിരിച്ചു പോയ 10 പേരെ ദൈവം തരുമെന്നാ പറഞ്ഞ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ മുറിവുണ്ട്, കയ്യിലെ ദശ ചീന്തി പോയാൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ 1 മാസം കഴിയുമ്പോൾ പോയ ദശ അതുപോലെ തിരിച്ചു വരും. ആള് പോകുന്നത് ഒരു വിഷയമേ അല്ല, മടക്കി തരാൻ ദൈവത്തിന് കഴിയുമെന്നാ പറഞ്ഞത്. നിനക്ക് വിഷയമാ. ദൈവത്തിന് സ്തോത്രം. 30 തൂണായിപ്പോയി. സ്തോത്രം. പക്ഷെ ലോത്തിന്റെ കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങളോട് പറയാം എന്താ വിഷയമെന്ന്. മധ്യസ്ഥതയിൽ വലിയ അനർത്ഥങ്ങൾ ദൈവം ഒഴിവാക്കും. കഴിഞ്ഞ ദീർഘവർഷക്കാലത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയായിരുന്നു. അത് പറയാൻ ഇത്രയും പറഞ്ഞു വരുന്നത്. ഇത്രയും നാളും പ്രാർത്ഥിക്കാത്തൊരു മധ്യസ്ഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ നാളിൽ നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന്. കൈ അടിച്ച് സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ശക്തിയോട് കൈ സെലിബ്രേറ്റ് ചെയ്താലേ. സെലിബ്രേറ്റ് ചെയ്യണം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തിയ ദിവസങ്ങളാണിത്. ഇന്ത്യ മുഴുവൻ തകർത്തടിച്ച് മുഴുവൻ വിശ്വാസികളെ പുറത്താക്കുമെന്നുള്ള നിലയിലേക്ക് നീങ്ങിയൊരു കാലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദേവദാസന്മാർ ജയിലുകളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലർക്കും ജാമ്യം കിട്ടി, പലർക്കും ജാമ്യം കിട്ടിയില്ല. ഒത്തിരി ആരാധനാലയങ്ങൾ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഹോളുകൾ നിന്നുപോയി. ഒത്തിരി വിശ്വാസം തിരിച്ചുപോയി. വാപ്പസി തിരിച്ചുപോയി. പക്ഷേ നമുക്കൊരു കാര്യം, നമുക്ക് പൊരുതാൻ ആയുധങ്ങളില്ല. അബ്രഹാമിനെ പോലെ ഒറ്റയ്ക്ക് ഇന്ന് പോരാടി. എൻ്റെ ദൈവമേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. 50 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ ശക്തമായി ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചില്ലേ? രഹസ്യമായി പ്രാർത്ഥിച്ചില്ലേ? ദൈവം ചെയ്തു. ആരും ജയിച്ചില്ല, ആരും തോറ്റുമില്ല. ജയിച്ച ആരാന്നറിയാമോ? ദൈവം. റബ ദൈവം ജയിച്ചു. ഇന്ന് പ്രേസന ദൈവങ്ങളെ സെലിബ്രേറ്റ് ചെയ്യണം. ദൈവം ജയിച്ചു. കൈ അടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം ജയിച്ചിരിക്കുന്നു. ദൈവം ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ദാനിയേൽ പ്രവചനം അതിൽ വായിച്ച് നമ്മൾ ദാനിയേൽ പ്രവചനം പഠിച്ച് 2-ാം അധ്യായം 41-ാം വാക്യം. ദാനിയേൽ chapter 2 verse 41. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പ് കൊണ്ടുള്ളതായി കണ്ടിരുന്നത് താല്പര്യമോ? അതൊരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും
ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കാൽ വിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളത് കണ്ടതിന്റെ താല്പര്യമോ അതിൽ ഭിന്ന രാജ്യത്വമായിരിക്കും, എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്ന പോലെ രാജ്യത്വം ഒട്ടു ബലമുള്ളതും ഒട്ടും ഒടിഞ്ഞു പോകുന്നതും ആയിരിക്കും. അടുത്തത്, ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. എന്ത് ചെയ്യത്തില്ല? ചേരുകയില്ല. ഈ രാജകന്മാരുടെ കാലത്ത്, അതാ നമ്മുടെ വിഷയം, ഈ രാജകന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും. കൈയടിച്ച് സ്തോത്രം പറ. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഒരു നാളും പോകാത്ത രാജ്യത്വം ദൈവം സ്ഥാപിക്കും. ഇത്രയും കൈയടിച്ചാൽ മതിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ പ്രസവമൊക്കെ ആദ്യം കേൾക്കുന്ന ചെറിയ ചാനൊക്കെ പ്രസംഗിച്ച മണിക്കൂറുകളോളം നിന്ന് ഈ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവുമൊക്കെ 2, 2:30, 3 ഞാൻ ആയിരത്താഴത്ത് വന്ന് ഈ ദേവദാസൻ പ്രസംഗിച്ചത് വളരെ നന്ദിയോട് ഓർക്കുന്നുണ്ട്. എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തീയായിരുന്നത്. ഇങ്ങനെയൊക്കെ ബൈബിളുണ്ടോ? മറ്റ് മതഗ്രന്ഥങ്ങളില്ലാത്തൊരു കാര്യമാണ്. നാളത്തെ പത്രത്തിൽ അച്ചടിച്ച് വരുന്ന വാർത്ത വരെ നമ്മുടെ ബൈബിളിനകത്തുണ്ടെന്ന് വല്ലതും പിടികിട്ടിയോ? നാളത്തെ അപ്ഡേറ്റ് വാർത്ത നമ്മുടെ ബൈബിളിലെ വാർത്തയാ. കൈയടിച്ച് സ്തോത്രം പറ. റബല റൗഡബലക്ഷ സലാദല. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ പെട്ടെന്നൊന്നും പറയാം, സമയമില്ലെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി 2 വാക്യം പറയാം. ആമേൻ. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം മറന്നുപോയി. അത് വിശദീകരിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. ആഭിചാരകന്മാർക്കും മന്ത്രവാർക്കും കഴിയത്തില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഈ രാജ്യത്ത് സ്വപ്നവ്യാഖ്യാനം നടത്താൻ കഴിവുള്ളൊരു മനുഷ്യരുണ്ട്. അവർ ചില കൊച്ചു പിള്ളേരാ. ആമേ. ചന്ദ്രക്ക, മേശയ്ക്ക്, അഭദ്രവ്, ദാനിയേല് അവർ ബാബേലിൽ നിന്ന് വന്നതാ. അവർ രാജഭോജനം കഴിക്കാത്തവരാ. അവർ വിശുദ്ധി പാലിക്കുന്നവരാ, വേർപാട് പാലിക്കുന്നവരാ. പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നവരാ, അവർ ദൈവത്തെ വിളിക്കുന്നവരാ. അവർക്ക് ഇതിൻ്റെ അർത്ഥം അറിയാം. രാജാവ് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ദാനിയേലിനെ കൊണ്ടുവന്നു. ഞാൻ വേറൊരു അവസരം ഇത് വിശദമായി പറയാം. ആമേ. ഈ ബാലന്മാർ വന്നപ്പോൾ അവർ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഈ രാജാവ് കണ്ടിട്ട് മറന്നുപോയ സ്വപ്നം ദൈവം ദാനിയേലിനെ ഓർപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാം പിടികിട്ടുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കൈയടിച്ച് സ്തോത്രം പറ. ആമേ. ദേശത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, പട്ടണത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇത് വായിക്കാൻ സമയമില്ല. ദാനിയേൽ പറയാ, രാജാവേ, ആമേൻ, അങ്ങ് കണ്ട സ്വപ്നം ഇവിടുത്തെ മന്ത്രവാദികൾക്കും ഇവിടുത്തെ ആഭിചാരകന്മാർക്കും ഇവിടുത്തെ ശകുനവാദികൾക്കും വെളിപ്പെടുന്ന സ്വപ്നമല്ല. എന്നാൽ രഹസ്യങ്ങളെ ഓർത്തോണേ, ഇതിനകത്തുണ്ട് കേട്ടോ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. കൈയടിച്ച് സ്തോത്രം പറ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. കൈയടിച്ച് സ്തോത്രം പറ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. റബല. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം എന്നെ അത് അറിയിച്ചു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം എന്നെ എന്ത് ചെയ്തു? അതെ, അറിയിച്ചു. നിങ്ങളുടെ മന്ത്രവാദികൾക്ക് അത് വെളിപ്പെടുത്തില്ല, എനിക്ക് വെളിപ്പെടും. ദൈവം എന്നെ അറിയിച്ചു. ആമേൻ. എന്താ സ്വപ്നം? ഞാൻ പെട്ടെന്ന് ഒഴിവാക്കി പറയാൻ, വായിക്കാൻ സമയമില്ല. ആമേ. ഒരു വലിയ ബിംബമാണ്. അതിൻ്റെ തല തങ്കം കൊണ്ടാണ്, തങ്കമാണ്. അതിൻ്റെ വെള്ളി നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതാണ്. അതിന് വയറും അരയും താമ്രം കൊണ്ടാണ്. ആമേ. അതിൻ്റെ കാൽ പകുതി ഇരുമ്പും കളിമണ്ണും കൊണ്ട് ചേർന്നതാണ്. ഇതാണ് അതിൻ്റെ സ്വപ്നത്തിൻ്റെ അതിൻ്റെ ഒരു ഷോർട്ട്. പെട്ടെന്ന് ഞാനങ്ങ് പറയാം. തല തങ്കമെന്ന് പറയുന്നത് ബാബേൽ സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. BC 606 മുതൽ 539 കാലഘട്ടമാണ്. നെഞ്ചും കൈയും മേദിയ-പേർഷ്യ രാജ്യത്തെ കാണിക്കുകയാണ്. വെള്ളിയാണത്. 539 മുതൽ 330 BC-യിലുള്ള രാജ്യമാണ്. താമ്രം
വയറും അറിയ താമ്രമാണ്. ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. അത് 330-60 വരെയുള്ളതായ BC കാലയളവാണ്. പിന്നെ അടുത്തത് ഇരുമ്പും കളിമണ്ണും കൂടെയുള്ള കാലമാണ്. അത് കാൽപാതിയാണ്. കാൽപാതി ഇരുമ്പും പാതി കളിമണ്ണുമാണ്. ആ റോമൻ ഭരണത്തെ കാണിക്കുകയാണ്. അത് BC 60 മുതൽ കാണിക്കുകയാണ്. എടുത്ത് പറയുകയാണ്, മഹാപീഡന കാലത്തിൻ്റെ അന്ത്യത്തിൽ കൈ തൊടാത്ത കല്ലായ യേശു ക്രിസ്തു മാനുഷിക ഭരണത്തെ തകർത്ത് ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് തുടക്കം കുറിക്കും. ഭൂമി നിറഞ്ഞു വരുന്ന കല്ല് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ സമയമായി. അത്രയും പറയാനേ എനിക്ക് സമയമുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം ദൈവങ്ങൾ എപ്പോഴും ഓർത്തോണം, എന്താണെന്നറിയാമോ? ആമേൻ. ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഭരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പ് പറയും ഞാൻ ഏകാധിപതിയാണ്, ഞാൻ പറഞ്ഞാലേ നടക്കത്തുള്ളൂ, എൻ്റെ ഗ്യാരണ്ടിയാണെന്നൊക്കെ ഇരുമ്പ് പറയും. പക്ഷേ ഇരുമ്പേ, നീ ഒരു കാര്യം ഓർത്തോണം, ഇത് ഇരുമ്പ് തന്നെയല്ല, കളിമണ്ണോടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വില പിടികിട്ടുന്നുണ്ടോ? ഓൺലൈനിലായതുകൊണ്ട് ഇങ്ങനെ പറയാനേ ഒക്കത്തുള്ളൂ. വിവരമുള്ളവർക്ക് പിടികിട്ടും. ഇരുമ്പ് എത്ര ശക്തിയാണെങ്കിലും കളിമണ്ണുള്ളിടത്തോളം കാലം ഇരുമ്പിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അടുത്ത നാളുകൾ നമ്മൾ കാണാൻ പോകുന്ന അതാണ്. റിബല റൗഡ പോരാ പോരാ, കൈയടിച്ച് സ്തോത്രം പറ. റീബല ബൗഡബ ലക്ഷേ. ഇരുമ്പേ, നീ എത്ര ശക്തിയുള്ളതാണെങ്കിലും, നീ എത്ര ബലവാനാണെങ്കിലും, ഓ പോരാ പോരാ പോരാ. ശ്രദ്ധിക്കണേ, സമയം പോയി. നമുക്ക് പിന്നെ കൈയടിക്കാം. ഇന്ത്യ മുഴുവൻ അടക്കി വാഴുന്ന അന്ധകാര ശക്തികളെ മുഴുവൻ ഒരു ശരീരത്തിൽ ആവഹിച്ച് അതിനെ ധ്യാനമാക്കി മാറ്റി അടക്കി വാഴാൻ ശ്രമിച്ച ഇരുമ്പേ, നീ ഒരു കാര്യം ഓർത്തോണം, താഴെ കളിമണ്ണുണ്ട്. റബലദല റൗഡ, കളിമണ്ണുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇനിയും ഇന്ത്യ കാണാൻ പോകുന്നത് ഇരുമ്പും കളിമണ്ണുകളുള്ള ഭരണമാണ് കാണാൻ പോകുന്നത്. മനസ്സിലായ കൈയടിച്ച് സ്വാതന്ത്ര്യം പറ. രാജ്യഭൂക്കാരാ പറയുന്നതല്ല, ദൈവത്തിന് വചനം പറയുന്നു. ഓരോ ബല ദല റബ റബ റബ, ഓരോ ബല ദല. ഓ പോരാ ദൈവക്കളെ, ഇതുപോലൊന്നും കൈയടിച്ച പോരാ. ഇത് വിക്ടറിയുടെ ദിവസമാ കേട്ടോ. ഇത് അഭിഷേകത്തിന്റെ ദിവസമാ. ഈ ദൈവ ശക്തിയുടെ ദിവസമാ. 47 വാക്യം വായിച്ച മോളെ. 43 വാക്യം വായിച്ചേ. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ, അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. തമ്മിൽ ചേരത്തില്ല. എത്ര കൂട്ടുകെട്ടുണ്ടാക്കിയാലും ഇന്ന് പോലെ പരിശുദ്ധാത്മാവ് രാജ്യഭോഗക്കാല പാസ് പറയുന്നു, തമ്മിൽ ചേരാത്ത ഒരു ഭരണം, തമ്മിൽ ചേരുകയില്ല. അയ്യോ, സെലിബ്രേറ്റ് ചെയ്ത് കൈയടിച്ച് സ്വതന്ത്രം പറ. തമ്മിൽ ചേരുകയില്ല. തമ്മിൽ ചേരാതിരിക്കുന്ന രഹസ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലോത്തിനെ വിടുവിക്കാൻ അബ്രഹാം ഒറ്റയ്ക്ക് ഇന്ന് മധ്യസ്ഥ അണിച്ചതുപോലെ ചില പൊട്ട പാവങ്ങൾ വിദേശത്തും ഇന്ത്യയിലും മുക്കിലും ഏങ്ങി മോങ്ങി കരഞ്ഞപ്പോൾ ദൈവം നിങ്ങൾ കരച്ചിൽ നിർത്ത, ഞാൻ കാര്യം ഏറ്റെടുക്കും. വല്ലതും പിടികിട്ടിയില്ലല്ലേ? ഞാൻ കാര്യം ഏറ്റെടുക്കും. ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ദൈവം കാര്യം ഏറ്റെടുത്തു. ഓ റീബ റൗഡേ ജല ദല.
പാട്ടില്ലേലും കുഴപ്പമില്ല, ഈ രണ്ടൊന്നും പറഞ്ഞാൽ എനിക്ക് നിർത്താനൊക്കെ. പാട്ട് എന്നും പാടുന്നുണ്ടല്ലോ, ഇതൊന്ന് പറഞ്ഞെനിക്കൊന്ന് പൂർത്തീകരിച്ചേ പറ്റത്തുള്ളൂ. ഇതൊന്ന് അകത്ത് കയറിയാൽ ഈ തറയെ നിൽക്കത്തില്ല. അടുത്ത കേട്ടോ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്നായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. നാളെ ഇനിയും ബാക്കി പിന്നെ എപ്പോഴും ഞാൻ പ്രസംഗിക്കുക ഈ വിഷയം എടുത്ത്. ഇല്ല, ബൈബിൾ അടിച്ചോ, ശ്രദ്ധിക്കണേ. ഈ ഇരുമ്പും മണ്ണും കൂടെ വാണരുളുമ്പോൾ ഇവിടെ കുറച്ച് പേര് മൂങ്ങിക്കരഞ്ഞപ്പോൾ, സ്തോത്രം, ഇനിയും പറഞ്ഞ് ശ്രദ്ധിച്ചു വെക്കണം, കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്നു. ഇന്നലെ രാത്രി ഞാൻ 1 മണിക്ക് വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ അകത്തൊരു പടപ്പുണ്ടായി. അന്നേരം ഞാൻ അങ്ങ് അടച്ചു വെച്ചത്. കൈ തൊടാതൊരു കല്ല്, റബല റൗഡ്. ആരും വിചാരിച്ചില്ല കല്ലിങ്ങനെ കൈ തൊടാതെ വരുമെന്ന്. എല്ലാവരും വിചാരിച്ചു ഈ കല്ല് നേരെ നിൽക്കുമെന്ന്, ഇരുമ്പ് നേരെ നിൽക്കുമെന്ന്, കളിമണ്ണ് നേരെ നിൽക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ എൻ്റെ ദൈവം പറഞ്ഞു, പേടിക്കണ്ട, കൈ തൊടാതെ കല്ലിടാൻ എനിക്ക് കഴിയും. ശ്രദ്ധിക്കണേ, ഏലാ താഴ്വരയിൽ 39 ദിവസം വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ദൈവം ജയിച്ച തോക്കുകൊണ്ടല്ല, വാളുകൊണ്ടല്ല. ആമേൻ. ദാവീദിന്റെ കയ്യിൽ നിന്ന് പറന്നു പോയ കൈ തൊടാത്ത കല്ലാണെങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ പറയുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് കൈ തൊടാത്ത കല്ല് വരാൻ പോകുക. കൈ തൊടാത്ത കല്ല്, ഓ കൈ തൊടാത്ത കല്ല്. കൈ തൊടാത്ത കല്ല് പറഞ്ഞു വരുന്നു. കൈ തൊടാത്ത കല്ലിന്റെ പ്രത്യേകത എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല, എവിടേക്ക് പോകുന്നെന്നും അറിയത്തില്ല. അത് കല്ല് എറിഞ്ഞാരാന്നും അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം, അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് പോയ കല്ലായത്, മധ്യസ്ഥതയുടെ കല്ല. ലോത്തിന്റെ കുടുംബത്തെ 4 പേരെ വിടുവിക്കാൻ ദൈവം ദൂതനെ ഇറങ്ങിയെങ്കിൽ ഇത്രയും പേര് മൂങ്ങിയാൽ ദൈവം അടങ്ങിയിരിക്കുമോ? ജയിലിൽ കിടന്നും അല്ലാതെ വീട്ടിൽ കിടന്ന് കരയുന്ന നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരാതിരിക്കുമോ? ഇന്ന് പറയും, തീർന്നിട്ടില്ല, കല്ല് ഇനി വരാൻ പോകാം, കൈ തൊടാത്ത കല്ലുകൾ ഇനി വരാൻ പോകുക. ഇപ്പോഴത്തെ കാര്യം ഓർക്കണ്ട കേട്ടോ, വലുത് വരാൻ പോകുക, വലുത് വരാൻ പോകുക. ഇതൊരു സാമ്പിൾ വെടിക്കട്ട, തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് പോലെ ഇതൊരു സാമ്പിൾ വെടിക്കട്ട. വലിയ കല്ല് വരാൻ പോകുക. താഴെ എഴുതിയിട്ടുണ്ട്, ഈ കല്ലങ്ങ് നിറഞ്ഞെന്ന്, ദേശം മുഴുവൻ നിറഞ്ഞെന്ന്. അന്ത്യകാലത്തുള്ള കാര്യമാണ് പ്രവചിക്കുന്നതെങ്കിലും, ആമേൻ, മഹോദരകാലം കഴിഞ്ഞുള്ള കാലത്തെ പ്രവചനമാണെങ്കിലും ഈ പ്രവചനം നമുക്ക് ആപ്റ്റാണ്. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പൂർത്തി വെളിപ്പെടാൻ സമയമായി. കൈ തൊടാത്ത കല്ല്. എന്നോട് എൻ്റെ പാസ്റ്റർ എന്തിനാ പാസ്റ്റർ വെറുതെ ഇങ്ങനെ 21 ദിവസം വെള്ളം വന്ന് കുറിച്ച് നടക്കാൻ പറ്റുന്ന കാര്യമാണോ? വല്ലതും നടക്കുമോ? എന്നോട് കർത്താവ് 21 ആദ്യമേ പറഞ്ഞു, ശത്രുപാളത്തിൽ ഞാൻ പടയയക്കും, തമ്മിൽ തല്ലിക്കും, ഞാൻ ആരാ നീ കാണും. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. തോമസ് പത്താച്ചാൻ എനിക്ക് ഒരു കോംപ്ലിമെൻ്ററി മെസ്സേജ് അയച്ചു. താങ്ക് യു, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ നിലവിലും കരയുമ്പോൾ കൈ തൊടാത്ത കല്ല് അയക്കാൻ നമ്മൾ ദൈവത്തിന് കഴിയും. കൈ തൊടാതെ കല്ല് വന്ന് എത്ര ബലവാനാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും, എത്ര ഉരുക്കു മനുഷ്യനാണെങ്കിലും ദൈവം തൊട്ട തവിട്ടുപൊടിയാകും. താഴെ പറയുന്നത് അത് പറന്നു പോയെന്നാ, പിന്നെ അതിനെ കണ്ടില്ലെന്നാ, അതിൻ്റെ ആരംഭം എവിടെയാണെന്ന് അറിയത്തില്ലെന്നാ. വായിക്കാൻ സമയമില്ല കേട്ടോ. ദൈവത്തിന് കല്ല് വീണ പൊടി പോലും കാണത്തില്ല. ഇന്ത്യ ഹിറ്റ്ലർ
എന്തിയെ നാസർ, എന്തിയെ മഹാനായ അലക്സാണ്ടർ, ഭൂമിയെ വിറപ്പിച്ച വീരന്മാർ എന്തിയെ? നമ്മുടെ ദൈവം ഇതിനേക്കാളൊക്കെ ഉന്നതനാ. അവൻ അത്യുന്നതനാ. കൈയടിച്ച് സ്വന്തം അവൻ അത്യുന്നതനാ, അവൻ അത്യുന്നതനാ, അവൻ അത്യുന്നതനാ, അവൻ അത്യുന്നതനാ, അവൻ അത്യുന്നതനാ, അവൻ അത്യുന്നതനാണ്. കൈയടിച്ച് ഉറക്കെ സ്വന്തം പറ, അവൻ അത്യുന്നതനാ, അത്യുന്നതനാ, അത്യുന്നതനാ. അതുകൊണ്ട് മധ്യസ്ഥ കുറയ്ക്കല്ലേ. ദൈവപ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. കളിമണ്ണെ നീ സ്ട്രോങ് ആയി വരാൻ പോകുക. ഇരുമ്പേ നീ തുരുമ്പിടിക്കാൻ പോകുക. ആ മേൻ ചിലക്കൊക്കെ പിടികിട്ടിട്ടുണ്ട്. ഇരുമ്പ് തുരുമ്പ് പിടിക്കും, കളിമണ്ണ് സ്ട്രോങ് ആകും. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ജയിക്കും. ഇന്ത്യയിൽ ഞാൻ 4 കോടി ഉയർത്താൻ പോകുക. സ്തോത്രം പറഞ്ഞു. 1, യഹോവ ശാലേം, യഹോവ എൻ്റെ സമാധാനം. കൈയടിച്ച് സ്തോത്രം പറ. 2, യഹോവ റാഫ. എന്താ അർത്ഥം? ദൈവന്റെ സ്തോത്രം. എന്താ? സൗഖ്യദായകൻ. 3, യഹോവ ഈരേ, 3ാമത്തെ കൊടി. യഹോവ എനിക്ക് വേണ്ടി കരുതും. 4, യഹോവ നിസി, യഹോവ എന്റെ കൊടി. ഇന്ന് പ്രേസന്റെ ദൈവങ്ങൾ ഓർമ്മിപ്പിച്ച് ചേർന്ന് ഇന്ത്യയുടെ ഇങ്ങേ അറ്റമായ കേരളത്തിൽ ഇങ്ങേ അറ്റത്ത് തിരുവല്ല പട്ടണത്തിൽ 4 കോടി ഉയർത്തുകയാ. അത് പാറി പറക്കും. അതിന്റെ ഷെയർ നിനക്കുണ്ട്. ആൻറ്റി, മധ്യസ്ഥ കുറയ്ക്കല്ലേ. കാര്യമൊന്നും ആയിട്ടില്ല, കുഴയാൻ കിടക്കുന്നേ ഉള്ളൂ. കുഴയ്ക്കേണ്ടത് നമ്മളാ. നമ്മൾ വേണം പ്രാർത്ഥിക്കാൻ. ലോത്തിന് വേണ്ടി അബ്രഹാം കരഞ്ഞതുപോലെ നീയും ഞാനും കരയണം. അങ്ങനെയെങ്കിൽ കൊയ്ത്ത് നമുക്കുണ്ട്. എടുത്തു പറഞ്ഞോട്ടെ, കൈ തൊടാത്തൊരു കല്ല്. നിന്റെ തലമുറയെ മാനിക്കാൻ, നിന്റെ ശരീരത്തെ മാനിക്കാൻ, നിന്റെ ജോലിയെ മാനിക്കാൻ കൈ തൊടാത്ത ചില നന്മകൾ വരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ബഹുസൈന്യമായി മാറാൻ പോകുകയാണ്. വിശ്വസിൽ